ഹലോ, ഇപ്പോൾ നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിൻ്റെ വർക്ക് ആൻഡ് എനർജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലെറ്റസ് എസ് എക്സിനകത്തെ 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയും, ദ ഫിഗർ ഡെപിക്ട്സ് എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് 5 മീറ്റർ യൂസിങ് എ പുള്ളി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അല്ലേ, അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റിൻ്റെ മാസ് 20 കിലോഗ്രാം ആണ്. അതിനെ ഒരു റോപ്പും പുള്ളി ഉപയോഗിച്ചിട്ട് ആൾ ഉയർത്തുകയാണ് അല്ലേ. അപ്പോൾ മുകളിലേക്ക് അങ്ങനെ ഒരു 5 മീറ്റർ ഹൈറ്റിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ദ വർക്ക് ഡൺ ഇസ് 1020 ജൂൾ. അപ്പോൾ വർക്ക് ഡൺ നമുക്ക് തന്നിട്ടുണ്ട്. വർക്ക് ഡൺ എത്രയാണെന്നാണ് പറയുന്നത്? 1020 ജൂൾ ആണെന്നാണ് പറയുന്നത്. 1020 ജൂൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, താഴത്തോട്ട് നോക്കാം. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് എടുക്കാനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഹിയർ ഇഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ദ പുള്ളി ഈസ് നോട്ട് കൺസിഡേർഡ്? ഓക്കെ, അപ്പോൾ നമ്മളോട് വീണ്ടും ഒരു വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പക്ഷേ ഇത്തവണ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതെയുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിനകത്ത് ഒരു വർക്ക് ഡൺ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 1020 ജൂളാണെന്നാണ് പറയുന്നത്. നമുക്ക് വേറെന്തോ ഒരു വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നല്ലപോലെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ ഫിഗറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ എനിക്കൊരു 5 മീറ്റർ ഹൈറ്റിലേക്ക് ഉയർത്തുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നമ്മളിങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഏതാ? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്ക് ആക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ ചെയ്യുന്നത്? അതിനെ താഴത്തേക്ക് പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക താഴത്തോട്ട്. ഓക്കെ, അപ്പോൾ അതിനെതിരെ ഞാനൊരു വർക്ക് ചെയ്യണം. ഇനി നോക്കിയേ, ഇവിടെ ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ മുകളിൽ നമ്മളൊരു കയറിട്ടിട്ടാണ് ഇതിനെ മുകളിലേക്ക് കെട്ടി വലിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിയും കയറും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. ഇനി ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ തടയുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ മുകളിലോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രിക്ഷൻ എന്തായിരിക്കും ചെയ്യുക? അതിനെതിരെ പ്രവർത്തിക്കും. അതായത് ഫ്രിക്ഷൻ അവിടെ താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ മുകളിലേക്ക് പിടിച്ച് ഉയർത്തുമ്പോൾ അവിടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്ക് പോകുന്ന താഴത്തേക്ക് വലിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരായിട്ടും അതേപോലെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെതിരായിട്ടും കൂടെയാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടിനും എതിരായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഏത്? നമ്മുടെ ഈ 1020 ജൂൾ എന്ന് പറയുന്ന വർക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നേക്കുന്നത്? നമ്മളോട് പറയാണ് വർക്ക് ഡൺ ഇഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് നോട്ട് കൺസിഡേർഡ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അവിടെ ഇല്ലെന്ന് വിചാരിച്ചിട്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ വിത്തൗട്ട് കൺസിഡറിങ് ഫ്രിക്ഷൻ. അപ്പം ഫ്രിക്ഷൻ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രാവിറ്റിക്കെതിരായിട്ട് ഞാനൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് ഡൺ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവിടെയുള്ള വർക്ക് ഡൺ അല്ലേ നമ്മൾ ആ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വരും? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അല്ലേ വരിക? ഒരു ഒബ്ജക്റ്റിനെ ഒരു ഹൈറ്റ് എച്ചിലേക്ക് ഉയർത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയായിട്ട് സ്റ്റോർ ആവപ്പെടും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ എത്രയായിരിക്കും? mgh ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മാസ് എത്രയാണ്? മാസ് ഇവിടെ 20 കിലോഗ്രാം എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഇസ് 20 ഇൻറ്റു ജി എന്താണ്? ജി ഇവിടെ 10 ആണ്. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു ഇവിടെ എത്രയാണ്? 1020 ആണ് നമ്മുടെ വർക്ക് ഡൺ. നമുക്കിനി ഹൈറ്റ് ആണ് വേണ്ടത്. ഹൈറ്റ് ഇസ് 5 മീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 5 മീറ്റർ ആണ്. ഓക്കെ, ഹൈറ്റ് ഇസ് 5 മീറ്റർ. സോ ദിസ് ഇസ് എത്ര വരും? 1000 ജൂൾ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വർക്ക് ഡൺ. ആര് കാരണമുള്ളത്? ഗ്രാവിറ്റി കാരണം മാത്രമുള്ള വർക്ക് ഡൺ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ഓഫ് ദ പുള്ളി. അപ്പം നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടി. അതായത് നമ്മുടെ ഗ്രാവിറ്റിക്കെതിരായിട്ടും അതേപോലെ തന്നെ ഫ്രിക്ഷനെതിരായിട്ടും ചെയ്യുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 1020 ജൂൾ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഗ്രാവിറ്റി മാത്രമേ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളെങ്കിൽ അവിടെ കിട്ടുന്ന വർക്ക് എത്രയാണ്? 1000 ജൂളാണ് നമുക്ക് കിട്ടി.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെതിരെ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താ വരിക? വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ. വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ മൈനസ് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. അതായത് ടോട്ടൽ വർക്ക് ഡണിൽ നിന്നും ഗ്രാവിറ്റിക്കെതിരെയുള്ള വർക്ക് ഡൺ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രിക്ഷനെതിരെയുള്ള വർക്ക് ഡൺ കിട്ടും അല്ലേ? സോ ദിസ് ഇസ് 1020 മൈനസ് 1000, അതായത് 20 ജൂൾ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ആൻ ഇലക്ട്രിക് മോട്ടർ പമ്പ്സ് 186.5 kilogram ഓഫ് വാട്ടർ to a tank at a height of 8 meter in 10 seconds. അപ്പോൾ അതായത് ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. ആ മോട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 8 മീറ്റർ ഹൈറ്റിലുള്ള ഒരു ടാങ്കിലേക്ക് നമുക്ക് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ ടാങ്ക് എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത്? 8 മീറ്റർ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ആൻഡ് അവിടെ നമ്മൾ 186.5 kilogram ഓഫ് വാട്ടറാണ് നമ്മൾ ഈ ഒരു ഹൈറ്റിലേക്ക് 10 സെക്കൻഡിൽ നമ്മൾ കയറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ മോട്ടർ. മോട്ടറിൻ്റെ പവർ കണ്ടുപിടിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് മാസ് ഓഫ് വാട്ടർ നമുക്ക് തന്നിട്ടുണ്ട്. മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 186.5 kilogram ആണ്. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഹൈറ്റ് ഇസ് ഈക്വൽ ടു 8 മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ടൈം 10 സെക്കൻഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് പവർ. പവർ എന്ന് അല്ല, അതിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 186.5 kilogram ഉള്ളൊരു വസ്തുവിനെ നമ്മൾ 8 മീറ്റർ ഹൈറ്റിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു mgh ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ ഞാൻ താഴോട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ മാസ് എത്രയാണ്? മാസ് ഇസ് ഈക്വൽ ടു 186.5 kilogram ആണ്. ഇൻറ്റു ഇവിടെ നമുക്ക് G10 എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 8 മീറ്റർ ആണ്. സോ ഇറ്റ് ഇസ് 8 ഡിവൈഡഡ് ബൈ ടൈം. ടൈം എത്രയാണ്? ടൈം നമുക്ക് 10 സെക്കൻഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി വരുന്നത് എത്രയാണ്? 40 പിന്നെ 2 1492 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത്രയും വാട്ട് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പവറാണ് ആ ഒരു മോട്ടറിന് ഉള്ളത്. ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് ദിസ് ഇസ് ദ എ ക്വസ്റ്റ്യൻ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സ്പ്രസ് ദിസ് ഇൻ ഹോഴ്സ് പവർ. അപ്പോൾ നമുക്കിവിടെ എത്ര വന്നേക്കുന്നത്? 1492 വാട്ടിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? നമുക്കിതിനെ ഹോഴ്സ് പവറിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ അത് എത്രയായിരിക്കും? ഹോഴ്സ് പവറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദിസ് ഇസ് ടു ബി കൺവേർട്ടഡ് ടു ഹോഴ്സ് പവർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണ്? 746 വാട്ടാണ് ആണല്ലോ. ഓക്കെ അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ആ കൺവേർഷൻ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1492 വാട്ട് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന 1492നെ നമ്മൾ 746 വെച്ച് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? അവിടെ എത്ര ഹോഴ്സ് പവർ ഉണ്ടെന്ന് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് എത്ര വരിക? നമുക്ക് 2 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഹോഴ്സ് പവർ. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് പറയാം, ഇത് നമുക്ക് എന്ത് പറയാം? 1492 വാട്ട് ഇസ് ഈക്വൽ ടു 2 ഹോഴ്സ് പവർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് to fill the same quantity of water if the power of the motor is halved. ഓക്കെ, അപ്പോൾ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്?
നമ്മളിവിടെ എത്ര കിലോഗ്രാം ഓഫ് വാട്ടറാണ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയത്? 186.5 കിലോഗ്രാം ഓഫ് വാട്ടറാണ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇതേ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ തന്നെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകണം. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണ്? നമ്മൾ ആ മോട്ടറിൻ്റെ പവർ പകുതിയാക്കി കുറച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ പവർ എന്ന് പറയുന്നത് എന്തായി? അപ്പോൾ ഇവിടെ നമുക്ക് P1 നമുക്ക്, അതായത് നമ്മുടെ ഇപ്പോൾ കിട്ടിയ ആദ്യത്തെ നമ്മുടെ പവർ നമുക്ക് P1 എന്ന് വിളിക്കാം. ആൻഡ് നമ്മുടെ P2 എന്താണ്? P2 എന്ന് പറയുന്നത് എന്താണ്? P1 പകുതിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ P1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എത്രയായിരുന്നു? 10 സെക്കൻഡ് അല്ലേ? അപ്പോൾ അതിനെ ഞാൻ T1 എന്ന് വിളിക്കുകയാണ്. ആൻഡ് P2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമിനെ ഞാൻ T2 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ പവറിൻ്റെ ഇക്വേഷനകത്ത് പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം എന്നാണ്. അപ്പോൾ ഇവിടെ എനർജിക്ക് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് വെള്ളത്തിനെ തന്നെയാണ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വ്യത്യാസമില്ല. ഇനി നമുക്ക് പറയാം പവർ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ടൈം. സോറി, ഈക്വൽ ടു അല്ല, പ്രപ്പോർഷണലാണ് അല്ലേ? അവർ രണ്ടുപേരും എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. സമയവും പവർ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? P1 ഡിവൈഡഡ് ബൈ P2 ഇസ് ഈക്വൽ ടു T2 ഡിവൈഡഡ് ബൈ T1 എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് P ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/T എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം P1 ബൈ P2 ഇസ് ഈക്വൽ ടു T2 ബൈ T1 എന്ന് എഴുതാം. ഇനി P1 തന്നെ, P2 എന്താണ്? P2 ഇസ് ഈക്വൽ ടു P1 ബൈ 2 ആണ് അല്ലേ? അപ്പോൾ P1 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു T2 ഡിവൈഡഡ് ബൈ T1 ആണ്. ഓക്കെ അല്ലേ? ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുക? 2/1 ഇസ് ഈക്വൽ ടു T2 ഡിവൈഡഡ് ബൈ T1 എത്രയാടാ? T1 ഇവിടെ 10 സെക്കൻഡ് അല്ലേ? 10 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 20 ഇസ് ഈക്വൽ ടു T2 എന്ന് കിട്ടും. അപ്പോൾ T2 എത്രയാടാ? T2 ഇസ് ഈക്വൽ ടു 20 സെക്കൻഡ്. ക്ലിയർ അല്ലേ? അപ്പം സിയുടെ ഉത്തരം എന്താണ്? 20 സെക്കൻഡ്സ്. ക്ലിയർ ആണല്ലോ?